വെട്രിവേൽ മുരുകനുക്ക് സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ മലയാള പരിഭാഷ അവതരണത്തിൻ്റെ 6ാമത്തെ ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്നതും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ശ്ലോകത്തിലേക്ക് കിടക്കാം. ഏമത്തിൽ സാമത്തിൽ എതിർവേൽ കാക്ക, താമദം നീക്കി ചതുർവേൽ കാക്ക. കാക്ക കാക്ക കനകവേൽ കാക്ക, നോക്ക നോക്ക നൊടിയിൽ നോക്ക, താക്ക താക്ക തടയറ താക്ക, പാർക്ക പാർക്ക പാവം പൊടിപട. ഏമത്തിൽ സാമത്തിൽ എതിർവേൽ കാക്ക, താമദം നീക്കി ചതുർവേൽ കാക്ക. ഈ ഏമത്തിൽ സാമത്തിൽ എന്നുദ്ദേശിക്കുന്നത് ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് യാമങ്ങളുണ്ട്. അപ്പോൾ ആ യാമങ്ങളിൽ, അതായത് രാത്രിയും പകലും ഇല്ലാതെ എല്ലാ യാമങ്ങളിലും എന്നെ നിന്റെ വേൽ കാക്കണം. എങ്ങനെ കാക്കണം? ഏമത്തിൽ സാമത്തിൽ എതിർവേൽ കാക്ക, അതായത് എൻ്റെ ഏത് രാത്രിയായാലും ശരി, ഏത് പകലായാലും ശരി, എൻ്റെ മുമ്പിൽ നിൻ്റെ വേൽ വന്ന് നിന്ന് എന്നെ സംരക്ഷിക്കണം. താമദം നീക്കി ചതുർവേൽ കാക്ക, ഒരുപാട് വൈകിക്കരുത്, താമസിപ്പിക്കരുത്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉടനടി, അതായത് അത്രത്തോളം ഫാസ്റ്റായിട്ട് വന്ന് എന്നെ സേവ് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണം. ചതുർവേൽ എന്ന് പറയുമ്പോൾ ആ വേലിൻ്റെ അത്രത്തോളം വീര്യം വരിച്ച, അല്ലെങ്കിൽ ആ വേലിൻ്റെ ഒരു ഗാംഭീര്യത്തെ, അതിൻ്റെ ആ ഒരു ശക്തി, ഒരു അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള, അതായത് ഈ അസുരനെ വധിച്ചു, അത്രത്തോളം ശക്തിയുള്ള അതിതീവ്രമായ കൂർത്ത വളരെ പവർഫുള്ളായിട്ടുള്ള ആ വേൽ വന്ന് കാക്കണം. കാക്ക കാക്ക കനകവേൽ കാക്ക. കാക്ക കാക്ക രക്ഷിക്കൂ, എന്നെ രക്ഷിക്കണം. നിൻ്റെ സ്വർണ്ണ നിറമുള്ള നിന്റെ സ്വർണ്ണ നിറമുള്ള വേൽ വന്ന് എന്നെ രക്ഷിക്കണം. നോക്ക നോക്ക നൊടിയിൽ നോക്ക. പെട്ടെന്ന് തന്നെ എന്നെ നോക്കണം. ആ വേൽ എന്നെ സംരക്ഷിക്കണം. അതായത് കുറച്ചുകൂടെ ക്ലിയറാക്കി പറയുകയാണെങ്കിൽ, രാത്രിയോ പകലോ എപ്പോഴോ ആയിക്കോട്ടെ, ഒരു ദിവസത്തിൽ ഏത് സമയത്തായാലും ശരി, എത്രയും വേഗം വന്ന് നിന്റെ ആ മഹത്തായ ശക്തിയാർന്ന വേൽ എന്നെ വന്ന് കാക്കണം. അതായത് എന്നെ വന്ന് രക്ഷിക്കണം, എന്നെ നോക്കി തന്നെ ഇരിക്കണം. പാർക്ക പാർക്ക പാവം പൊടിപട. ആ വേലിനെ ഞാൻ നോക്കുന്ന മാത്രയിൽ എൻ്റെ ഉള്ളിലെ സകല പാപങ്ങളും ഇല്ലാതാകണം, എൻ്റെ ഉള്ളിലെ കളങ്കങ്ങളെല്ലാം ഇല്ലാതാകണം എന്നാണ് ഈ വാക്കിൽ ഇവിടെ അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ ഒരു വരിയെ പറയുകയാണെങ്കിൽ, ഏമത്തിൽ സാമത്തിൽ എതിർവേൽ കാക്ക, താമദം നീക്കി ചതുർവേൽ കാക്ക, കാക്ക കാക്ക കനകവേൽ കാക്ക, നോക്ക നോക്ക നൊടിയിൽ നോക്ക, താക്ക താക്ക തടയറ താക്ക, പാർക്ക പാർക്ക പാവം പൊടിപട. നമ്മളിപ്പോൾ ഒരു രാത്രി ഒറ്റയ്ക്ക് ഒരു വഴി കൂടെ സഞ്ചരിക്കുകയാണ്. ആരും നമുക്ക് തുണയില്ല. ആ ഒരു സമയം നമുക്ക് മനസ്സിന് ധൈര്യം തരാനായിട്ട് ആരുമില്ലാതെ, ഒരു തുണയുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. നമുക്കൊരുപാട് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പേടിയുണ്ട്. ആ ഒരു അന്ധകാരത്തിലൂടെ മുന്നോട്ട് പോകാൻ പേടിയുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ പെട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിനെ ദൃഢപ്പെടുത്താനും അതിനൊരു ധൈര്യം നൽകാനും എല്ലാം മനസ്സിലാണല്ലോ. മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാമല്ലോ, ഏത് അന്ധകാരത്തിനെയും താണ്ടി സഞ്ചരിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ആ ഒരു മനസ്സിന് ധൈര്യം പകരാനായിട്ട് ഈ ഒരു 4 വരി നമുക്ക് മനസ്സിൽ ചൊല്ലാകണോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിൻ്റെ ധൈര്യത്തെ സംഭരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും. വരികൾ ഇത്രയാണ്: കാക്ക കാക്ക കനകവേൽ കാക്ക, നോക്ക നോക്ക നൊടിയിൽ നോക്ക, താക്ക താക്ക തടയറ താക്ക, പാർക്ക പാർക്ക പാവം പൊടിപട. ഈ 4 വരികൾ നമുക്ക് പറഞ്ഞ് ഏത് യാത്രയിലായാലും ശരി, എന്ത്
ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രതിസന്ധികളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ആവർത്തിച്ച് മനസ്സിൽ ചൊല്ലി പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴിയും തെളിയും നമ്മുടെ ഉള്ളിലെ ആ ഭീതികൾ അകലുകയും ചെയ്യും. പില്ലി ശൂന്യം പെരുമ്പകை അകല വല്ല ഭൂതം വലാഷ്ടികപ്പേകൾ അല്ലൽപ്പെടുത്തും അടങ്കാമുനിയും പിള്ളകൾ തിന്നും പുഴക്കടை മുനിയും. ഈ പില്ലി ശൂന്യം പെരുമ്പകை അകല. എന്താണ് പില്ലി ശൂന്യം? ഈ കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് തമിഴിൽ പില്ലി ശൂന്യം എന്ന് പറയുന്നത്. ശൂന്യം, ആഭിചാരം, ശൂന്യക്കാരി അല്ലെങ്കിൽ ശൂന്യക്കാരൻ എന്ന് പറയുമ്പോൾ ആഭിചാരം ചെയ്യുന്ന കർമ്മി അല്ലെങ്കിൽ ആ ഒരു അർത്ഥമാണ്. പില്ലി ശൂന്യം ഇമാതിരിയുള്ള ഈ നേരത്തെ ഈ ആഭിചാര ദുഷ്ക്രിയകൾ, ദുഷ്കർമ്മങ്ങൾ ഇതെല്ലാം എന്നെ, ആരെ, നിന്റെ വേലിനെ കാണുമ്പോൾ അകന്ന് മാറണം. വല്ലഭൂതം വലാട്ടികപ്പേകൾ, വല്ലഭൂതം വലാഷ്ടികപ്പേകൾ, പേയ്കൾ, ബാധകൾ, പിശാചുക്കൾ, ഈ ശുദ്രപ്രയോഗത്തിലൂടെയൊക്കെ വരുന്ന ആഭിചാര കർമ്മത്തിലൂടെ വരുന്ന ആ നെഗറ്റീവ് എനർജികൾ, ഇതൊക്കെ നിന്റെ വേൽ കാണുമ്പോൾ പെട്ടെന്ന് ഓടി മാറണം. അല്ലൽപ്പെടുത്തും അടങ്കാമുനിയും പിള്ളകൾ തിന്നും പുഴക്കടை മുനിയും. ഇവിടെ മുനി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുനിവൈര്യന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത്. പിശാചുക്കളെ, ഈ ബാധകളെ, നമുക്ക് മനുഷ്യരായിട്ടുള്ള മനുഷ്യനെ ശല്യം ചെയ്യുന്ന, അവരെ ഉപദ്രവിക്കുന്ന ദുർദേവതകൾ അല്ലെങ്കിൽ ദുർശക്തികൾ, അതൊക്കെയാണ് ദുഷ്ടശക്തികൾ. ഇതിനെയൊക്കെയാണ് ഈ ഒരു വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. പിള്ളകൾ തിന്നും പുഴക്കടை മുനിയും. കുഞ്ഞു കുട്ടികളെ ഉപദ്രവിക്കുന്ന യക്ഷി ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞു പിള്ളേരുടെ, ഈ കൊച്ചു പിള്ളേർക്ക് ബാധിക്കുന്ന ബാധശല്യങ്ങൾ, പൈശാചികമായിട്ടുള്ള ദുർദേവതകളുടെ ദൃഷ്ടികൾ, ശല്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കൊള്ളിവായ് പേയ്കളും കുറളை പേയ്കളും പെൺകളെ തുടരും ബ്രഹ്മരാക്ഷകരും അടിയനെ കണ്ടാൽ അലറിക്കലങ്കിട. കൊള്ളിവായ് പേയ്കൾ ചുടലയക്ഷികൾ, കുറളை പേയ്കൾ ഈ അലറിക്കലയുന്ന അല്ലെങ്കിൽ അലമുറയിട്ട് ഒരു എന്താ പറയുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പൈശാചിക ശക്തികൾ, ദുർദേവതകളൊക്കെ ഉണ്ടല്ലോ, അതും പെൺകളെ തുടരും ബ്രഹ്മരാക്ഷകരും, ബ്രഹ്മരക്ഷസുകളുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഒഴിക്കുന്ന ആ ബ്രഹ്മരക്ഷസുകളെയല്ല ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ യുവത്വം ആയിട്ടുള്ള ഒരുപാട് യൗവനത്തിലൊക്കെ എത്തുന്ന സ്ത്രീകളെയൊക്കെ ബാധിക്കുന്ന ഗന്ധർവ ശല്യങ്ങൾ, ഗന്ധർവ ബാധകൾ, അതിനെയൊക്കെയാണ് ഇവിടെ ബ്രഹ്മരക്ഷസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സ്ത്രീകളെയൊക്കെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചില ബാധാശല്യങ്ങളൊക്കെ വരുമല്ലോ, അതിനെയാണ് ഇവിടെ ബ്രഹ്മരക്ഷസ് എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത്. അടിയനെ കണ്ടാൽ അലറിക്കലങ്കിട. ഈ ഒരു വരികളിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്യുന്ന ദുഷ്ടശക്തികളെ പറ്റി, ദുർദേവതകളെ പറ്റി ഒക്കെയാണ് ഈ ഒരു വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ മനുഷ്യനെ, അവരുടെ മനുഷ്യജന്മങ്ങളെ ഉപദ്രവിക്കുന്ന പേയ്ബാധകൾ, പിശാചുക്കൾ, ബാധാശല്യങ്ങൾ, യക്ഷികൾ, ഇതിനെയൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. എല്ലിലും ഇരുട്ടിലും എതിർപ്പടും മന്നറും കനപൂസൈക്കൊള്ളും കാളിയോടனைവரும் വിട്ടാങ്കാരരും മികുപ്പല പേയ്കളും തണ്ടിയക്കാരരും സണ്ടാളர்களுം എൻ പെയർ സ്വല്ലവും ഇടിവിഴുന്തോടിട. മുരുകൻ്റെ പേര് പറയുമ്പോൾ, മുരുകൻ്റെ ആ നാമം ജപിക്കുമ്പോൾ, ഏത് രാത്രിയിലായാലും ഏത് പകലിലായാലും ശരി, എത്ര വലിയ ഭൂതപ്രേത പിശാചുക്കളും നിന്റെ പേര് കേൾക്കുമ്പോൾ തുരന്ന് ഓടണം, പേടി ഓടി ഒളിക്കണം. നമ്മളെ അല്ലെങ്കിൽ നിന്നെ ഭജിക്കുന്ന, നിന്റെ നാമം ഉരുവിടുന്ന ഞങ്ങളെ അല്ലെങ്കിൽ നിന്റെ നാമം ഉരുവിടുന്ന എന്നെ ഇതൊന്നും ബാധിക്കപ്പെടാൻ പാടില്ല, ഇതൊന്നും എന്നെ ഉപദ്രവിക്കരുത്, എന്തൊന്നും എനിക്ക് എൻ്റെ വഴിയിൽ മാർഗതടസ്സമായി നിൽക്കാൻ പാടില്ല. കനപൂസൈക്കൊള്ളും കാളിയോടனைവரும் വിട്ടാങ്കാരരും മികുപല പേയ്കളും തണ്ടിയക്കാരരും സണ്ടാളர்களுം എൻ പെയർ സ്വല്ലവും ഇടിവെഴുന്നോടിടാം. ഈ ദുർമന്ത്രവാദത്തിനൊക്കെ കാളിയെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ തന്നെ പലതരം കാളികളുണ്ട്, കാളിയുടെ വിവിധ ഭാവങ്ങളുണ്ട്. അതിൽ ദുർമന്ത്രവാദത്തിനും ദുഷ്ടപ്രയോഗങ്ങൾക്കുമായിട്ട് കാളിയുടെ സഹായത്താൽ ഇത് ചെയ്യാറുണ്ട്.
ഇത്തരം ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. അതിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനായിട്ട് പ്രയോഗിക്കുന്ന കാളിയുടെ സഹായത്താൽ ചെയ്യുന്ന ദുഷ്ടശക്തികൾ, ദുർമന്ത്രവാദങ്ങൾ, ഇതെല്ലാം എന്നെ ബാധിക്കപ്പെടാൻ പാടില്ല. മുരുകൻ്റെ നാമം പറയുമ്പോൾ അതെങ്കിൽ മുരുകൻ്റെ നാമം ജപിക്കുന്ന എൻ്റെ മുൻപിൽ ഇതൊന്നും വരാൻ പാടില്ല. ഇതൊക്കെ നിന്റെ വേലിനെ കാണുമ്പോൾ, ഇത്രയും ശക്തിയാർജിച്ച മഹാദിവ്യ ശക്തിയാർന്ന നിന്റെ വേലിനെ കാണുമ്പോൾ ഇതെല്ലാം ഓടി അകലണം എന്നാണ് ഈ ഒരു വരികളിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. ആനൈ അടിയിനിൽ അറുംപാവൈകളും പൂണൈ മയിറും പിള്ളകൾ என்பும் நகவும் மயிரும் நீர்முடி மண்டையும் பாவைகளுடனே பலகலசத்துடன் மனையிற் புதைத்த வஞ்சனை தனியும் ஒட்டிய பாவையும் ஒட்டிய செருக்கும் காசும் பணവും കാവുടൻ സോറും ഓതുമഞ്ജനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈந்து കുലൈന്തിട. ഈ ഒരു ഭാഗത്തിൽ മുഴുവൻ അർത്ഥമാക്കിയിരിക്കുന്നത് ഈ പറയുന്ന നെഗറ്റീവ് എനർജിയെയും നെഗറ്റീവ് ശക്തികളെയും ക്ഷുദ്രപ്രയോഗങ്ങളെ പറ്റിയിട്ടാണ്. ആനൈ അടിയിനിൽ അഴുംപാവകളും പൂണൈ മയിറും പിള്ളകൾ என்பും, ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്താനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പാവകളില്ലേ, ഈ മരത്തടിയിലൊക്കെ സൃഷ്ടിച്ച അല്ലെങ്കിൽ പഞ്ഞി കൊണ്ട് തുണികളിലൊക്കെ നിർമ്മിക്കുന്ന ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തുന്ന TV-യിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലുള്ള പാവകളെ വെച്ചിട്ടുള്ള പ്രയോഗങ്ങളും പൂണൈ മയിറും, പൂച്ച, കരിമ്പൂച്ച അല്ലെങ്കിൽ പൂച്ച രക്ഷസാണല്ലോ, അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ രോമങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന അതാണ് ഇവിടെ മയിര് എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത്. പൂനൈ മയിറും, പൂച്ചയുടെ രോമവും, പിള്ളകൾ என்பും നഖവും മയിറും നീർമുടി മണ്ടയും. നമ്മൾ ഈ തലയോട്ടി, നീർമുടി എന്ന് പറയുന്നത് തലയോട്ടിയാണ്. തലമുടി, നഖം, തലയോട്ടി, മുടി ഒക്കെ വെച്ച് ചെയ്യുന്ന ക്ഷുദ്രപ്രയോഗങ്ങളില്ലേ, അത്തരം പ്രയോഗങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു വ്യക്തിയുടെ മുടിനാരിഴ വെച്ച് അല്ലെങ്കിൽ അയാളുടെ നഖം വെച്ചിട്ട്, അയാൾ ഉപയോഗിച്ച വസ്ത്രം വെച്ചിട്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ കൂടോത്രം ക്ഷുദ്രപ്രവർത്തികൾ ചെയ്യുമല്ലോ, ആ പ്രവർത്തികളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കിഷ്ടമല്ലാത്ത ഒരു വ്യക്തി നമുക്കെതിരെ ചെയ്യുന്ന ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കണം. ആര് രക്ഷിക്കണം? മുരുകനും നിന്റെ വേലും വന്ന് രക്ഷിക്കണം. പാവകളുടനെ പല കലസത്തുടൻ മനയേർ പുതൈത്ത വഞ്ചனை തനയും. ഈ നമ്മളോട് വെറുപ്പുള്ള അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലാത്ത, നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂടോത്രവും മന്ത്രവാദ പ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ട് വീടിൻ്റെ മണ്ണിനടിയിൽ കൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ കുഴിച്ചിടുക, അല്ലെങ്കിൽ ജപിച്ച് തളിക്കുക, ഇതൊക്കെ ഇല്ലേ, ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മനയേർ പുതൈത്ത വഞ്ചனை തനയും, വഞ്ചനയോടെ, ചതിയിലൂടെ ഒരു വീടിൻ്റെ മണ്ണിനടിയിൽ, മനയിൽ പുതൈത്ത, അതായത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന പ്രയോഗങ്ങളും എങ്ങനെ വഞ്ചനയിലൂടെ തനിക്ക് ദ്രോഹം ചെയ്യാൻ ചെയ്തിരിക്കുന്ന അത്തരം പ്രയോഗങ്ങളും, ഒട്ടിയ പാവയും ഒട്ടിയ ചെറുക്കും, കാസും പണവും കാവുടൻ സോറും ഓതും അഞ്ജനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈந்து കുലൈന്തിട. ഇമാതിരി പ്രയോഗങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ നാമം ജപിക്കുമ്പോൾ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എല്ലാം വിട്ടകലണം. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി എനിക്ക് ആത്മനിവൃത്തിയോടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നൊക്കെയാണ് ഇതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു വരിയിൽ, അതായത് ഞാൻ നേരത്തെ വായിച്ച അത്രയും ശ്ലോകത്തിൻ്റെ ഇതുവരെ പറഞ്ഞിരിക്കുന്ന വരിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്നും, നെഗറ്റീവ് എനർജിയിൽ നിന്നും, ഭൂതപ്രേത പിശാചുക്കളുടെ ബാധാശല്യങ്ങളിൽ നിന്നും, ആഭിചാര കർമ്മങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മുരുകൻ്റെ വേലിന് സാധിക്കും, അതിന് കഴിയും എന്നാണ് ബാലദേവരായർ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്കിത്തരം ദോഷങ്ങൾ ബാധിക്കുമ്പോൾ ഒന്നും വേണ്ട, ദൃഷ്ടിദോഷം ബാധിച്ച് നമ്മൾ കൺദൃഷ്ടി, പേയ് ദൃഷ്ടി, നമുക്കിപ്പോൾ കൺദൃഷ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ ഈ ഒരു വരി പറഞ്ഞ് നിങ്ങൾ ഒരു
ആളിനെ ഉഴിഞ്ഞിടുകയാണെങ്കിൽ, ദൃഷ്ടി എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി പവർഫുൾ ആകും. ഏത് വരികൾ? കാക്ക കാക്ക കനകവേൽ കാക്ക, നോക്ക നോക്ക നൊടിയിൽ നോക്ക, താക്ക താക്ക തടയറ താക്ക, പാർക്ക പാർക്ക പാവം പൊടിപട, പില്ലി ശൂന്യം പെരുമ്പകை അകല, വല്ല ഭൂതം വലാഷ്ടിക പേയ്കൾ, அல்லல் படுத்தும் அடங்காமுனியும் பிள்ளைகள் தின்னும் புழக்கடை முனியும், கொள்ளிவாய் பேய்களும் குரலை பேய்களும் பெண்களை தொடரும் பிரம்மராட்சகரும் அடியனை கண்டால் அலறி கலங்கிட, இரசி காட்டேரி இத்துன்ப சேனையும் எல்லிலும் இருட்டிலும் எதிர்படும் மன்னரும் கனபூசை கொள்ளும் காளியோடு அனைவரும் விட்டாங்காரரும் மிகுபல பேய்களும் தண்டியக்காரரும் சண்டாளர்களும் என் பெயர் சொல்லவும் ഇടി വീഴുന്തോടിയിട. ഇത്രയും മതി. എൻ പെയർ സ്വല്ലവും ഇടി വീഴുന്തോടിയിട. നിന്റെ പേര് പറയുമ്പോൾ ഇടിവെട്ടിയ മാതിരി ഇതെല്ലാം ഓടി അകലണം. അത്രയും പറഞ്ഞ് നിർത്തി നിങ്ങൾ ആ ഉഴിഞ്ഞിടുന്ന കർമ്മം വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ അത് ഫലിക്കും. ഉറപ്പായിട്ടും അത് ഫലിക്കും എന്നുള്ളതിന് മാറ്റില്ല. കാര്യം ഇത്തരം ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ബാലദേവരായർ സ്വാമി നമുക്ക് കന്ദഷഷ്ടി കവചം ഇതിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മറ്റ് മന്ത്രങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുരുകൻ്റെ തന്നെ കന്ദഷഷ്ടി കവചത്തിൽ ഇതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി മുതൽ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കുക. മാറ്റാർ വഞ്ചകർ വന്തു വണങ്ങിട, കാലതൂതാളനെ കണ്ടാൽ കലങ്കിട, അഞ്ചി നടുങ്കിട അരണ്ട് പുരണ്ടിട, വായ്വിട്ടലറി മതികെട്ടോട, പടിയിനിൽ മുട്ട പാസക്കയற்றாൽ കട്ടുണരംഗം കതറിടക്കട്ട്, கட்டுடன் அங்கம் கதறிடக்கட்டு, கட்டி உருட்டு கால் கை முறிய, கட்டு கட்டு கதறிடக்கட்டு, முட்டு முட்டு விழிകൾ പിതുങ്കിട, സെക്ക് സെക്ക് സെതിൽ സെതിലാക. അടുത്തത് നമ്മൾ ഈ ഒരു വരിയുടെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്കാണ് വിവരിക്കാൻ പോകുന്നത്. മാറ്റാർ വഞ്ചകർ ബന്ധു വണങ്കിട, കാലതൂതാൾ എന്നെ കണ്ടാൽ കലങ്കിട. ഈ ഒരു വരിയിൽ പല കാര്യങ്ങൾ അർത്ഥമാക്കിയിട്ടുണ്ട്. അത് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. കാര്യം ഒരാൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടിയല്ലേ പറ്റത്തുള്ളൂ. തീർച്ചയായും അയാൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കും. കർമ്മ എന്ന് പറയുന്നത് പോലെ കൈവശ പ്രയോഗങ്ങൾ നടത്തുന്നവർ, ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തുന്നവർ, ഒരു വ്യക്തിയുടെ മനസമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, അയാൾക്കെതിരെ ക്ഷുദ്രമന്ത്രവാദ ക്രിയകൾ നടത്തുന്നവർ, അത് ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർ, ഇവരുടെയൊക്കെ നാശം, ഇവരെ എങ്ങനെ നശിപ്പിക്കണം? അഞ്ചി നടുങ്കിട അരണ്ട് പുരണ്ടിട വായ്വിട്ടലറി മതികെട്ടോട. ഇവർ അടി മുതൽ മുടി വരെ നടുങ്ങണം. ആ രീതിയിൽ അവരെ അടിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ നിന്റെ വേലും നീയും കൈകാര്യം ചെയ്യണം. കട്ടുടനങ്കം കതറിടക്കട്ട്, നീ കെട്ടുന്ന കെട്ടിൽ അവർ കടന്ന് കതറി 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 കരയണം. അവർ ചെയ്ത തിന്മയ്ക്ക്, അവർ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് നിന്റെ കെട്ടിൽ, നീ കെട്ടുന്ന കെട്ടിൽ അവർ വിറച്ച് കരയണം. കട്ടി ഉരുട്ട് കാൽ കൈ മുറിയ, നീ അവരെ കെട്ടി, അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിന് വേണ്ടി, ദുഷ്കർമ്മത്തിൻ്റെ ഫലത്തിന് വേണ്ടി മുരുക നീ അവരുടെ കൈകൾ കെട്ടി വച്ചിട്ട്, എങ്ങനെ? കട്ടുടനങ്കം കതറിടക്കട്ട്, കട്ടി ഉരുട്ട് കൈ കാൽ മുറിയ, അവരെ ഭൂമിയിലൂടെ വലിച്ച് ഇഴച്ച്, കൈയും കാലും കെട്ടി ഭൂമിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ദുഷ്കർമ്മം ചെയ്ത ആളുടെ, അല്ലെങ്കിൽ ഈ തിന്മ ചെയ്ത ആളുടെ മുട്ടുകൾ, കാൽമുട്ടുകൾ തറയിൽ കിടന്ന് ഉരയണം. ഉരഞ്ഞ് വേണം കൊണ്ടുവരാൻ. കട്ടി ഉരുട്ട് കൈ കാൽ മുറിയ, കയ്യും കാലും മുറിയുന്ന രീതിയിൽ വലിച്ചഴച്ച് കൊണ്ടുവരണം. കട്ട് കട്ട് കതറിടക്കട്ട്, കെട്ടിവെക്ക്, ആഞ്ഞ് അത്രത്തോളം ശക്തിയായിട്ട് കെട്ടിവെക്ക്, കെട്ടി മുറുക്ക് എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അവർ അലറി കരഞ്ഞാൽ പോലും വിടാത്ത രീതിയിൽ ആ നീ കെട്ടുന്ന കെട്ടിൽ അവർ കതറണം. കതറുക, കതറി എന്നുള്ള വാക്ക് തമിഴിൽ അത്രത്തോളം തീവ്രമായിട്ടുള്ള വാക്കാണ്. അതായത് നമ്മൾ അലമുറയിട്ട് വേദനാജനകമായി എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കട്ട് കട്ട് കതറിടക്കട്ട്, മുട്ട് മുട്ട് വിഴികൾ പിതുങ്കിട,
செக்கு செக்கு செதில் செதிலாக, சொக்கு சொக்கு சூர்பகை சொக்கு, குத்து குத்து கூர்வடி வேலால், பற்று பற்று பகலவன் தணலரி 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 തണലതുവാക, വിടുവിട് വേലൈ വെറുണ്ടത് ഓട. വരണ്ടത് വിടുവിട് വേലൈ വെരണ്ടത് ഓട. അതായത് ഒരു വ്യക്തിയുടെ അയാളുടെ ശരീരത്തിന് ജോയിൻസ് ഉണ്ടാകുമല്ലോ, ജോയിൻസ്, കൈക്ക് ജോയിൻസ്, കാലിന് ജോയിൻസ്. ഈ ജോയിൻസിന് വേദനിക്കുന്ന രീതിയിൽ, അതായത് നിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്ന ഭക്തരായ, നിന്നെ മുഴുകി നമ്പിയിരിക്കുന്ന, നിന്നെയും നിന്റെ വേലിനെയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരെ വേദനിപ്പിക്കുന്ന, അവർക്ക് ക്ഷുദ്രപ്രയോഗം നടത്തുന്ന, അവർക്ക് സങ്കടമുണ്ടാക്കുന്ന രീതികൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ, അവരുടെ കൈകളിലെ ജോയിൻസ് വേദനിക്കുന്ന രീതിയിൽ, അവരുടെ കയ്യും കാലുകളും നടുങ്ങുന്ന രീതിയിൽ നിന്റെ ശക്തിയാർന്ന മഹത്വാർന്ന വേല് കൊണ്ട് കുത്തി നശിപ്പിച്ച് വേദന കൊടുക്കണം. കുത്ത് കുത്ത് കൂർവടി വേലാൽ, സെക്ക് സെക്ക് സെതിൽ സെതിലാകെ എന്ന് പറയുമ്പോൾ തന്നെ ആ കുത്തി നമ്മളൊരു സാധനത്തെ അല്ലെങ്കിൽ ഒരു വസ്തു കുത്തി അങ്ങോട്ട് നശിപ്പിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, കുത്തി പൊളക്കുക, അല്ലെങ്കിൽ വേദന കൊണ്ട് പൊളന്നു, വേദന കൊണ്ട്, അതായത് നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പെരുത്തു എന്നൊക്കെ പറയുമല്ലോ, അത്രമാത്രം തീവ്രമായിട്ടുള്ള വേദന കൊടുക്കണേ മുരുക, വേദന കൊടുക്കണം, അത്രത്തോളം വേദന കൊടുക്കണം എന്നാണ് ഈ ഒരു വാക്കിൽ അർത്ഥമാക്കുന്നത്. സൊക്ക് സൊക്ക് സൂർപകൈ സൊക്ക്, നീ കൊടുക്കുന്ന ആ വേദനയിൽ അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ നിന്ന് പക എടുക്കണം, പക ചെയ്യണം, അല്ലെങ്കിൽ പക വീട്ടണം എന്നുള്ള ആ ഒരു വികാരത്തെ, പക വീട്ടണം, പകയോടെ ജ്വലിച്ച് നിൽക്കുന്ന അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ വികാരത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണം. സൊക്ക് സൊക്ക് സൂർപകൈ സൊക്ക്, അവർക്ക് എത്രത്തോളം വേദന നീ കൊടുക്കുന്നു, ആ വേദനയിൽ താൻ ചെയ്ത കർമ്മത്തെ ആലോചിച്ച് അവർ വേദനിക്കണം. അയ്യോ ചെയ്തു പോയി, തെറ്റുപറ്റിപ്പോയി, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, ഇനി ആരെയും ദ്രോഹിക്കില്ല, ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിക്കണം എന്നൊക്കെയാണ് ഈ ഒരു വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. കുത്ത് കുത്ത് കൂർവടി വേലാൽ, നിന്റെ കൂർത്ത അഗ്രഹമുള്ള വേല് കൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, ഈ ദുഷ്കർമ്മം ചെയ്ത ആളുടെ കയ്യിലെ ജോയിൻസും കാലിലെ ജോയിൻസും വേദനിക്കുന്ന രീതിയിൽ, അതിതീവ്രമായ രീതിയിൽ കുത്തിപ്പരിക്കേൽപ്പിക്കൂ ഭഗവാനെ മുരുക എന്നാണ് ഇവിടെ പറയുന്നത്. പற்று പற்று പകലവൻ തണലരി 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 തണലതുവാക, അവൻ്റെ ഈ ക്ഷുദ്രപ്രയോഗം നടത്തിയ ആൾക്കാരുടെ, ദുഷ്ടരുടെ ദേഹം വെന്ത് പൊളയണം. അതായത് വേദനാജനകമായിട്ടുള്ള തീ, നമ്മുടെ ദേഹം ചുട്ടു പഴുക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ വെന്ത് പൊളയണം. ചൂട്, ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ചൂട് അടുപ്പിച്ചാൽ എന്താ സംഭവിക്കുക, നമുക്ക് പൊള്ളും. ആ രീതിയിലുള്ള താപം, അവരുടെ പകയുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിക്ക് മറ്റൊരാളെ നശിപ്പിക്കാനുള്ള പകയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ക്ഷുദ്രപ്രയോഗം നടത്തുമ്പോൾ ആ ഒരു കോപാഗ്നി ഉണ്ടല്ലോ, ആ കോപാഗ്നിയിൽ നിന്റെ ഭക്തരെ ഉപദ്രവിച്ച, അല്ലെങ്കിൽ നിന്റെ ഭക്തരെ ശല്യം ചെയ്ത, അവർക്ക് അതായത് അവർക്ക് വേണ്ടാത്ത രീതിയിൽ, അവർക്ക് ആകതാത്ത രീതിയിൽ പ്രവൃത്തി ചെയ്തവരെ നിന്റെ ക്രോധാഗ്നിയിൽ ജ്വലിപ്പിക്കണം, എരിയിക്കണം, അവരെ വേദനിപ്പിക്കണം എന്നൊക്കെയാണ് ഇതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. പற்று പற்று പകലവൻ തണലരി 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 തണലതുവാക, വിടുവിട് വേലൈ വെറുണ്ടത് ഓട. ഇത്തരം പ്രവർത്തികൾ ചെയ്ത ആൾക്കാർക്ക് നീ ഇത്രത്തോളം വേദനകളും അനുഭവങ്ങളും ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള താപവും കൊടുക്കുമ്പോൾ, അവരുടെ ഉള്ളിലെ പക അവരിൽ നിന്ന് വിട്ട് അകലണം. ആ ദുഷ്പ്രവർത്തികൾ ചെയ്ത ദുഷ്ടന്മാർ ഓടി അകലണം. പുലിയും നരിയും പുന്നരി നായും എലിയും കരടിയും ഇനി തുടർന്നോട്. വഴിയിലൂടെ പോകുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന പുലികൾ, നമ്മളെ ആക്രമിക്കാൻ വരുന്ന പുലി, പുന്നരി നായും, പുലിയും നരിയും, പുന്നരി നായും, നരി കുറുക്കൻ. ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന പുലി, നരി, കുറുക്കൻ, പട്ടികൾ, ഇതൊക്കെ പുലിയും നരിയും പുന്നരിനായും എലിയും കരടിയും ഇനി തുടർന്നോട്. നമ്മളെ ശല്യം ചെയ്യാൻ വരുന്ന ഈ ഇപ്പോൾ പറയുന്ന പുലി, നരി, കുറുക്കൻ, എലി, കരടി, ഇതൊക്കെ ഇനി തുടർന്നോട്. ഇനി ഈ ഒരു കാര്യം ജപിക്കുന്ന, സ്കന്ദഷഷ്ടി കവചം ചൊല്ലുന്ന
എന്നെ ശല്യം ചെയ്യാൻ വരുന്ന ഇത്തരം ക്ഷുദ്രമന്ത്രവാദം ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്തവർ, എന്നെ വേദനിപ്പിക്കുന്ന ദുഷ്ടന്മാർ, അല്ലെങ്കിൽ എനിക്ക് വേദന തരുന്ന, എൻ്റെ ക്രമസമാധാനം നശിപ്പിക്കുന്നവർ ഈ കന്തഷഷ്ഠി കവചം ചൊല്ലുമ്പോൾ നിന്റെ നാമം ജപിക്കുന്ന എനിക്ക് നീയും നിന്റെ വേലും തുണയായി വന്ന് ഇവരെയൊക്കെ ഓടി തുരത്തിക്കണം. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് വേദനകൾ കൊടുക്കണം. എങ്ങനെ? അവരുടെ കയ്യും കാലും നടുങ്ങുന്ന രീതിയിൽ, അതായത് നമ്മുടെ ജോയിൻസിന് പെയിൻ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അവരുടെ മനുഷ്യ ശരീരത്തിലെ ജോയിൻസിന് വേദനിക്കുന്ന രീതിയിൽ കുത്തി. എങ്ങനെ കുത്തി? നിന്റെ ശക്തിയുള്ള വേല് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് അവരുടെ പാപകർമ്മങ്ങൾക്കുള്ള ഫലം നൽകണേ മുരുക എന്നാണ് ഈ ഒരു വരിയിൽ അർത്ഥമാക്കുന്നത്. അതേപോലെ നമ്മളൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന പുലി, നരി, കുറുക്കൻ, എലി, പാമ്പ് ഇതൊക്കെ ഓടി അകലണം. തേളും പാമ്പും ചെയ്യാൻ പൂറാൻ കടിവിട വിഷങ്ങൾ കടുത്തുയരംഗം ഏറിയ വിഷങ്ങൾ എളിതുടൻ ഇടങ്ക. അതായത് ഇപ്പോൾ പാമ്പ് കടിച്ച വിഷം, തേൾ വിഷം, ചിലന്തി വിഷം, അങ്ങനെ ഒരുപാട് വിഷങ്ങളുണ്ടല്ലോ. ഒരു മനുഷ്യ ശരീരത്തിൽ ആകതാവാത്ത കുറേ വിഷങ്ങളുണ്ടല്ലോ. ഈ വിഷങ്ങൾ പോലും നിന്റെ നാമം ജപിക്കുന്ന, സ്കന്ദഷഷ്ഠി കവചം ചൊല്ലി നിന്റെ നാമം ജപിക്കുന്ന ഒരാളിൽ നിന്ന് വിട്ടകലും അല്ലെങ്കിൽ വിട്ടകന്നു പോകും എന്നൊക്കെയാണ് ഈ ഒരു വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്കന്ദഷഷ്ഠി കവചത്തിൻ്റെ ഈ ഒരു ഭാഗം, ഇനി വരാനിരിക്കുന്ന ഭാഗം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? നമ്മൾക്ക് ആവതല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെ ഉപദ്രവിക്കാനും അവരിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും ഇത് ഒരു കവചമായി മാറും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. സ്കന്ദഷഷ്ഠി കവചം ഷഷ്ഠി നാളെ ജപിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ ജീവിതത്തിലും ഒരു ദിവസം തുടങ്ങി ആ ദിവസം അവസാനിക്കുന്നിടം വരെയും ഈ കന്തഷഷ്ഠി കവചം ചൊല്ലുന്ന ഒരാൾക്ക് ഇതൊരു പ്രൊട്ടക്ഷൻ ആകും. ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. അവിടെ നല്ല ആൾക്കാരും മോശപ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരും കാണും. ഇവരുടെ എല്ലാം സമ്പർക്കത്തിലൂടെ വേണം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതും മോശം ചെയ്യുന്നവർക്ക് മോശവും കാണും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അസൂയപ്പെടുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ നമ്മൾക്കെതിരെ ചെയ്യുന്ന ഇത്തരം ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്ന് നമ്മളെ സേഫ് ആക്കാൻ, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആകാൻ, ഒരു കവചമാകാൻ ഈ കന്തഷഷ്ഠിക്ക് സാധിക്കും. അതുകൂടാതെ കന്തഷഷ്ഠി കവചം ഇതൊരു കവചമായി നമുക്ക് മാറുമ്പോൾ, നമ്മുടെ ഒരു രക്ഷാവലയമാകുമ്പോൾ, ഇത്തരം ക്ഷുദ്രപ്രയോഗങ്ങൾ നമ്മൾക്ക് ചെയ്തവർക്ക് ഉള്ള പണിഷ്മെൻറ്റും ദൈവം, മുരുകൻ്റെ വേല് കൊണ്ട് കൊടുക്കും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ഒരു സ്കന്ദഷഷ്ഠി കവചത്തിൽ പറയുന്ന അർത്ഥമാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദൈവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ദൈവം ഒരു വ്യക്തിയെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം വരാം. കർമ്മഫലം അനുഭവിക്കുക, നീ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതെ നീ കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലം ദൈവം നമുക്ക് തരും. നമ്മൾ ദുഷ്കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലവും ദൈവം തരും. പ്രത്യേകിച്ച് മുരുകൻ തരും, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കാര്യം മുരുകൻ തിന്മയെ അഴിച്ച് നന്മ കൈവരിച്ച ഒരു ദൈവമാണ്, ദേവസേനാപതിയാണ്, ഒരു മഹാവീരനാണ്. അപ്പോൾ ക്ഷുദ്രപ്രയോഗമായിക്കോട്ടെ, എന്ത് തരം പ്രയോഗങ്ങളായിക്കോട്ടെ, ഒരു മനുഷ്യനെ തൻ്റെ ഭക്തനെ അല്ലെങ്കിൽ തൻ്റെ ഭക്തയെ ഉപദ്രവിക്കുന്ന രീതിയിൽ, അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും അതിനെ ഉപാസിക്കുന്ന മുരുകനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉപദ്രവം ചെയ്യുന്ന രീതിയിൽ എന്ത് പ്രവർത്തി ചെയ്താലും മുരുകൻ അവർക്ക് സേഫായിട്ട് മാറും. എൻ്റെ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങളുണ്ട്. എൻ്റെ മാത്രമായിരിക്കത്തില്ല, മുരുക ഭക്തിയിൽ ഒരുപാട് ആഴ്ന്നിറങ്ങി ജീവിക്കുന്ന പലർക്കും അനുഭവങ്ങളുണ്ടാകും. കാര്യം കലിയുഗത്തിൽ പേസക്കൂടിയ ഒരേ ഒരു ദൈവം എന്ന് சொல்கிறது മുരുകനെ മട്ടുംതാ എന്ന് തമിഴിൽ പറയുന്നുണ്ട്. അതായത് കലിയുഗത്തിൽ സംസാരിക്കാൻ കഴിവുള്ള, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പറഞ്ഞാൽ നമുക്ക് മറുപടി തരുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ തൊടുന്ന, നമ്മളെ സ്പർശിക്കുന്ന, നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന, നമുക്ക് തൊടാൻ കഴിയുന്ന, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന ദൈവം മുരുകനാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് ചുമ്മാതെ ഒരാൾക്ക് നോക്കുമ്പോൾ അത് കല്ലായിട്ട് തോന്നാം, അല്ലെങ്കിൽ അതൊരു ഫോട്ടോ ആയിട്ട് തോന്നും. അത് അവർ നോക്കുന്ന രീതിയിലാണ്. അതായത് നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ വീക്ഷിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാനൊരു കല്ലിനെ കല്ലായിട്ട് കണ്ടാൽ അത് കല്ലായിട്ട് തന്നെ എനിക്ക് തോന്നത്തുള്ളൂ. എന്നാൽ ഞാൻ ആ കല്ലിലൊരു ജീവാംശമുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ദൈവിക ചൈതന്യമുണ്ട്, അതിലൊരു മനുഷ്യ ശരീരമുണ്ട് എന്ന രീതിയിൽ ഞാൻ അതിനെ സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും എനിക്ക് അതിനെ അങ്ങനെ തോന്നും. ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു ആ രീതിയിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. പുറമേ നോക്കുന്ന ഒരാൾക്ക് അത് കല്ലായിരിക്കാം, അതുകൊണ്ട് അത് കല്ല് തന്നെ ആയിരിക്കാം. അവന് ജീവിതകാലം മുഴുവൻ അത് കല്ലായിട്ട് തന്നെ തോന്നത്തുള്ളൂ. അതിനകത്ത് ദൈവിക ചൈതന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത്തരം ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. നമ്മൾ ദൈവിക ഭക്തിയിൽ വിശ്വസിച്ച് പോകും. പിന്നെ ഇത്തരം ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ ദൈവികമായ ഭക്തിയിൽ വിശ്വസിച്ച് പോകുമ്പോൾ നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മഹത്തായ അല്ലെങ്കിൽ ഇത്രയും പവിത്രമായ, ഇത്രത്തോളം രക്ഷാകവചങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശ്ലോകത്തിനെയാണ് ഇന്ന് ആൾക്കാർ DJ മ്യൂസിക്കും മറ്റും കൊടുത്ത് പല വേദികളിലും അപമാനിക്കുന്നത്. ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയാതെയാണ് പല ആൾക്കാരും ഇതിനെ എന്താ പറയുക, ഒരു കളിക്കുന്ന ഉപകരണത്തെ പോലെ, കയ്യിൽ കൊച്ചു പിള്ളേർ കളിത്തോക്ക് വെച്ച് കളിക്കുമല്ലോ, ആ ഒരു രീതിയിൽ കളിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു യഥാർത്ഥ തോക്ക് കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അത് കളിക്കുന്ന തോക്കാണ് അല്ലേ, അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വളർന്നു വരുന്ന സമയത്ത് ഇതേ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ തോക്ക് കൊടുക്കുമ്പോൾ അത് കളിത്തോക്കാണ് എന്ന് വിചാരിച്ച് അത് പ്രയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് പൊട്ടും. ഒന്നുകിൽ അടുത്തിരിക്കുന്ന ആൾക്ക് അതിൻ്റെ നാശം അനുഭവിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അടുത്തിരിക്കുന്ന വസ്തുക്കൾക്ക്. അത് ഒരു വീട്ടിൽ വെച്ചാൽ പൊട്ടിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക? പലതും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഒരു കവചമാണിത്. ഇത് കളിക്കുന്ന സമയം വരെ അത് കളിത്തോക്ക് പോലെ ഇരിക്കും. എന്നാൽ അതിനൊരു ശക്തിയാർന്ന കവചമായി മാറുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ ഒരു കവചമായി മാറും. ഒറിജിനൽ തോക്ക് കളിത്തോക്കായി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വീര്യം, അതിൻ്റെ പവർ മനസ്സിലാകും. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു പവറുണ്ട്, തീർച്ചയായിട്ടും ഇതിനൊരു പവറുണ്ട്. ഈ കവചത്തിനകത്തൊരു ശക്തിയുണ്ട്. ഇതിന് നമ്മുടെ മനസ്സിൻ്റെ ആന്തരിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അവനെ കരകയറ്റാനുള്ള ശക്തി കന്തഷഷ്ടി കവചത്തിനുണ്ട്. ഒരുപാട് നമുക്ക് എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത അത്രയധികം ദിവ്യശക്തിയാർന്ന ഒരു കവചമാണിത്. ഇതിനെ ഞാൻ വെറുതെ അങ്ങനെ പറയുന്നതല്ല. പല അനുഭവസ്ഥർക്കും ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻ്റ് ഇടാം. കന്തഷഷ്ടി കവചം ചൊല്ലുന്നത് കൊണ്ട്, കന്തഷഷ്ടി കവചം ചൊല്ലിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഇതിൽ തുടർന്ന് പറയാവുന്നതാണ്. ഞാൻ ഇത്രയും ഇത് പറയാൻ കാരണം, കന്തഷഷ്ടി കവചത്തിൻ്റെ മഹത്വം അറിയാതെ ഇതിനെ വെറും ഒരു പാട്ട് പോലെ കണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കോമാളിത്തരമായി കാണിക്കുന്ന പലതരം വിഷ്വൽസും വീഡിയോസും ഒക്കെ നമ്മൾ റീൽസിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. ശരിക്കും അറിയാവുന്ന ഒരാൾക്ക് അത് കാണുമ്പോൾ നല്ല ദേഷ്യം വരും, സങ്കടം വരും. ഇത്രത്തോളം ഭഗവാന്റെ മഹത്വങ്ങളുള്ളൊരു വസ്തുവിനെയാണല്ലോ ഇവരിങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാര്യം. അപ്പോൾ ഇന്നത്തെ സ്കന്ദഷഷ്ടി മലയാള പരിഭാഷ അവതരണത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതും വ്യക്തമാക്കുക. ഞാൻ കോമൺ കാഷ്വലായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ തത്വജ്ഞാനമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു വ്യക്തിക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ഭാഗം അവസാനിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ തുടർഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ ഭഗവാൻ മുരുകൻ നടത്തിത്തരട്ടെ. എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ മുരുകൻ്റെ ഭക്തി വളർന്ന് എല്ലാവരും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.